കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇനി ഡൽഹിയിൽ. AICC നിരീക്ഷകർ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നാലെ ചർച്ചകൾക്കായി നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. ഞായറാഴ്ചയോടെ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ റിപ്പോർട്ട് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് സമർപ്പിച്ചു. Held one-to-one discussions with individual MLAs, and whatever they have said, we noted it down. It is not only the names. Many people had many things to say. We have noted it down and we have submitted it to the High Command. MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷികളുടെ നിലപാട്, ജനവികാരം തുടങ്ങിയ 3 കാര്യങ്ങളാണ് നിരീക്ഷകർ പരിശോധിച്ചത്. സംസ്ഥാനത്ത് നടന്ന ശക്തി പ്രകടനങ്ങളെ ഹൈക്കമാൻഡിനോടുള്ള വെല്ലുവിളിയായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് എന്നിവരെ നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചു. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24-നോട് പറഞ്ഞു. 2-3 പേരുകൾ MLA-മാർ പറഞ്ഞിട്ടുണ്ട്. അവരാവശ്യം ഉന്നയിക്കുന്നവരുണ്ട്. മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരിലൊരു പേരിലേക്ക് എത്താൻ സമന്വയത്തിന്റെ മാർഗമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. AICC അതിന് പരിശ്രമിക്കും. രാഹുൽജിയും ഖാർഗെജിയും അതിൽ ഇടപെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റ പേരിലേക്ക് എത്തുമ്പോൾ എല്ലാവരും അത് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുന്നത്. അതിനിടെ ശശി തരൂർ MP ഡൽഹിയിലെത്തി കോൺഗ്രസ് അധ്യക്ഷനോട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.